ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ദൈവം തന്ന ഒരു വചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ എല്ലാ സാവകാശങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ഉം 38-ഉം വാക്യങ്ങൾ നമുക്ക് ഏവർക്കും വളരെ വളരെ അറിയാവുന്ന ഒരു വാക്യമാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നാം ഈ വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം പറഞ്ഞുകൊള്ളട്ടെ. കൂടാര പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം അനേക ജനം യെരുശലേം ദേവാലയത്തിന്റെ അടുത്ത് വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ആ പ്രത്യേക ദിവസത്തിന്റെ ഒടുവിലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവരെന്റെ അടുക്കലേക്ക് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. ആ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവിന്റെ ശബ്ദങ്ങളാണിത്. ദിവസങ്ങളായി അവരുടെ സമയവും അവരുടെ പണവും അവർക്കുള്ളതൊക്കെ മുടക്കി വർഷാവർഷം പെരുന്നാളിനും ഉത്സവത്തിനും കടന്നുപോയ ജനത്തിന്റെ അന്തർഭാഗം നന്നായി വായിച്ച് ഗ്രഹിച്ച കർത്താവ് പറയുകയാണ്, നിങ്ങൾ കുടിച്ച ഈ വെള്ളമുണ്ടല്ലോ, ലോകം തന്ന വെള്ളം, ലോകം നിങ്ങളെ സംതൃപ്തരാക്കാൻ ശ്രമിച്ച സകല സാഹചര്യങ്ങളും കർത്താവ് പറയുന്നു, അതൊന്നും നിങ്ങളുടെ ദാഹം ശമിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വീണ്ടും ഇനിയും ഇവിടേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ. എന്താ തിരുവെഴുത്ത് പറഞ്ഞത്? യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകലരിടത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ വചനം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു ജീവജലത്തിന്റെ നദിയുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ആത്മീക സംതൃപ്തിയാണ് ദൈവമക്കളെ ആ വചനത്തിൽ നിന്ന് കാണിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ആ ആത്മീക സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, എവിടെ നിന്ന്? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു ജീവജല നദി ഒഴുകേണ്ടതായിട്ടുണ്ട്. ആർക്കാണ് വെള്ളം വേണ്ടിയത്? ദാഹിക്കുന്ന വ്യക്തിക്കാണ് വെള്ളം വേണ്ടിയത്. ദാഹമുള്ള വ്യക്തിയാണ് വെള്ളം അന്വേഷിക്കുന്നത്. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, എവിടെയാണ് വെള്ളമെന്ന് നോക്കി അതിനുവേണ്ടി ഓടുന്ന മാനിനെ പോലെ ആത്മീക ദാഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് സന്ധ്യയിലും കർത്താവ് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുത്തേക്ക് വരട്ടെ. ഇനി നിങ്ങൾ ദാഹിക്കാതെ വണ്ണം, തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ജീവജല നദി ഒഴുകുമെന്ന് പറയുന്നു. അതിന്റെ താഴോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ന് വരെ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആ വചനം വിശ്വസിച്ചവർ, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നു, വിശ്വസിച്ചവരെല്ലാം കൂടെ ഒരുമനപ്പെട്ട് ഒറ്റ ഹൃദയത്തോടെ കർത്താവ് പറഞ്ഞതുപോലെ ആ വാഗ്ദത്ത നിവർത്തിക്കായി, ആ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കേണ്ടതിനായി കാത്തിരുന്നു. കാത്തിരുന്നവരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, കൊടിയ കാറ്റടിക്കുന്നത് പോലെ, വലിയ മുഴക്കമുണ്ടാകുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം അവരുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. അവിടെ വലിയ മുഴക്കമുണ്ടായി, വലിയ ശബ്ദമുണ്ടായി. ചുറ്റുപാടുള്ളവരൊക്കെ ഓടി അടുത്തു വന്നിട്ട് അവരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നുവോ എന്ന് തമ്മിൽ പറയത്തക്കതുപോലെ ഒരാത്മാവിന്റെ വലിയൊരു അനുഭവം അവർ
നടുവിലേക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ഓർക്കുന്നു, എന്റെ ശൈശവ കാലങ്ങളിലൊക്കെ എല്ലാ ശനിയാഴ്ച വൈകിട്ടും ഒരു കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ യോഗം ആലയങ്ങളിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഓരോരുത്തരും ദാഹിച്ച് കാത്തിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് അത് പ്രാപിക്കുന്ന അനുഭവങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് പറയട്ടെ, ആത്മാവിന്റെ ശക്തി ഞാനും നിങ്ങളും പ്രാപിച്ചാൽ അത് മറ്റുള്ളവർ കാണും, മറ്റുള്ളവർ കേൾക്കും, മറ്റുള്ളവർ പരിഹസിക്കും. അത് ശബ്ദമുണ്ടാക്കുന്നതാണ്, അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എന്ന് പറയുന്നത്. ആ കാലത്ത് 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പാദപീഠത്തിൽ കിടന്ന് കരഞ്ഞ ആ നാളുകൾ ഇന്നും ഞാൻ ഓർക്കുന്നു. ശക്തിയേറിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കടന്നു വന്നപ്പോൾ നിയന്ത്രിപ്പാൻ കഴിയാത്തതുപോലെ കുഞ്ഞുകുട്ടി ആബാലവൃത്തം ജലവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു നല്ല കാലം നമ്മുടെ പിതാക്കന്മാർക്കുണ്ട്, നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് നാളിൽ വ്യാപരിച്ച ആ ആത്മശക്തി അത് നമ്മുടെ പിതാക്കന്മാർ പ്രാപിച്ചെടുത്തു. അത് കുപ്പിയിലല്ല തരുന്നത്, അത് നെറ്റിയിൽ തൂത്തു തരുന്ന ഒന്നല്ല. കാത്തിരുന്ന് ദാഹിച്ച് ദൈവ സന്നിധിയിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ് ഈ ആത്മവ്യാപാരം എന്ന് പറയുന്നത്. അത് വ്യക്തികളെ മാറ്റും, അവരുടെ സ്വഭാവങ്ങൾ മാറ്റും, അവരുടെ ജീവിത രീതികൾക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പിതാക്കന്മാർ പ്രാപിച്ചത് നമ്മളും പ്രാപിച്ചെടുത്തു. എന്നാൽ ഇന്ന് ഞാൻ ഒന്ന് പറയട്ടെ, നമ്മളുടെ തലമുറകൾ ഈ ആത്മവ്യാപാരത്തിലേക്ക് മടങ്ങി വരണം. ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴൊക്കെ നമ്മളും ഇതുപോലെ ഉത്സവങ്ങൾക്ക് പോകുന്നത് പോലെയോ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോഴോ ഒരാത്മീക സംതൃപ്തി പ്രാപിപ്പാൻ നമുക്കും കഴിയാത്ത അനേക അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് എന്ന് പറയുന്നു, നീ ദാഹത്തോടെ, വലിയ ദാഹത്തോടെയാണ് ദൈവസന്നിധിയിൽ നീ വന്നിരിക്കുന്നെങ്കിൽ നിന്നെ നിറപ്പാൻ ശക്തനായ ഒരു കർത്താവ് ഇന്നും നമ്മെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മാളിക മുറിയിൽ നിന്ന് ഒഴുകിയ ആത്മശക്തി ശിഷ്യന്മാരിലേക്ക് ഒഴുകി, അനേകരിലേക്ക് ഒഴുകി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, വീര്യപ്രവൃത്തികളായി അത് വ്യാപരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലത്തെ ഉണർവിന്റെ ചില കാര്യങ്ങൾ ഇപ്രകാരം വായിപ്പാനിടയായി തീർന്നു. സിയോൻ കുന്നിലെ ഉണർവെന്ന് ആ പ്രത്യേക ഹെഡിങ്ങിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത്, അവിടെ ആത്മവ്യാപാരത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവിടെ കാണുന്നത് ബ്രദർ KC ഉമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, പെട്ടെന്ന് ഒരു വിവശതയിലേക്ക് കടന്നുപോയി. ജനമെല്ലാം ഭയപ്പെട്ടു. എന്താണെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ അദ്ദേഹം ഒരു ആത്മവിവശതയിലായിരുന്നു. ഒരു ദർശനം കണ്ടുകൊണ്ടായിരിക്കുകയായിരുന്നു അദ്ദേഹം കാണുന്നത്. അവിടെ ആ പ്രഭാവൃത്തത്തിനുള്ളിൽ അവിടെ കാണുന്ന കിടക്കുന്നതിന് വലത്തു ഭാഗത്തായി ഒരു അതിപ്രകാശമുണ്ടായി. ആ പ്രഭാവൃത്തത്തിനുള്ളിൽ തേജോമയന്മാരായ 3 പുരുഷന്മാർ നിൽക്കുന്നതായി കണ്ടു. അതിലൊരു പുരുഷൻ ചുവപ്പ് വർണ്ണ അങ്കി ധരിച്ചുകൊണ്ട് വലം കൈയിൽ രക്തം നിറഞ്ഞ പാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. വെള്ള വസ്ത്രധാരികളായ 2 ദൂതന്മാരിൽ ഒരാള് ഇങ്ങനെ പറയുകയാണ്, ഒരു ശുദ്ധീകരണം എന്ന് എഴുതിയ ഒരു പുസ്തകം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. മൂന്നാമത്തെ വ്യക്തി പറയുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നു. തന്റെ ജനത്തിനിടയിൽ ശുദ്ധീകരണം നടക്കാനുണ്ടെന്നും അതിലേക്ക് യേശുവിന്റെ രക്തം ഇന്നും മതിയായതെന്നും ശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ തന്റെ വാൾ കൊണ്ട് ജനത്തോട് പോരാടുമെന്നും പറഞ്ഞ ദൂത് ദൈവജനം ഏറ്റെടുത്ത് ഒരു ശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്ന് കഴുകൽ പ്രാപിച്ചു. യേശുവിന്റെ രക്തത്താൽ അവർ കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് സിയോൻ കുന്നിൽ വലിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. ജനമെല്ലാം ആത്മാവിൽ നിറഞ്ഞ ചരിത്രം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ഈ ആത്മനദിയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് ചെന്നാട്ട് ആത്മാവിന്റെ പ്രത്യക്ഷമായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ച് ഒരു അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ നദി ചെന്ന് ചേരുന്ന സകലയിടത്തും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. അത് പഥ്യമാണ്, അത്
രോഗശാന്തിക്ക് ഉതകുന്നതാണ്. ഈ ആത്മാവിന്റെ വലിയ ഒഴുക്കിലേക്ക് നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സഭയ്ക്കും എല്ലാ ദൈവമക്കൾക്കും മുൻപോട്ട് ഒരു പ്രാവശ്യം കൂടെ പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവവചന ശുശ്രൂഷ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.